ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴാണ് ഓർത്തത് നമ്മുടെ റാക്കൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന്. എത്ര അലങ്കോലമായിട്ടാണല്ലേ എൻ്റെ റാക്കൊക്കെ കിടക്കുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിച്ചു ഒന്ന് വൃത്തിയാക്കണമെന്ന്. ഇപ്പോഴാണ് വൃത്തിയാക്കാനെന്ന് തോന്നിയത്. വൃത്തിയാക്കാൻ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, മടുപ്പായതുകൊണ്ടാണ് വൃത്തിയാക്കാത്തത്. ആദ്യം നന്നായിട്ട് വൃത്തിയാക്കിയൊക്കെ വെക്കും, പിന്നെ അലങ്കോലമായിട്ട് കിടക്കുകയും ചെയ്യും. അതെൻ്റെ മാത്രം തെറ്റാണ് കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെന്ന് വിചാരിക്കുന്നു. ഹോസ്റ്റലിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇതൊരു പതിവാണെന്ന് തോന്നുന്നു. റൂം വൃത്തിയാക്കുന്നതിനോടൊപ്പം ഇതും കൂടെ വൃത്തിയാക്കിയാൽ കൊള്ളാമെന്ന് എനിക്കും തോന്നാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, മടുപ്പ് എന്നെ അങ്ങനെ ഇരുത്തുന്നു. ചില സമയത്താണ് എൻ്റെ മൂഡ് മാറുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. അതുകൊണ്ട് ഇങ്ങനെ ഓരോ പരിപാടി കിട്ടുമ്പോഴും ചെറുതായിട്ട് ഞാൻ അതിൽ സന്തോഷം കണ്ടെത്താറുമുണ്ട്. നഴ്സിംഗ് പഠിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ചാർട്ടിന് പഞ്ഞം വരാറില്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ ചാർട്ടുണ്ടാവും. അതുകൊണ്ട് വെട്ടി ഒട്ടിക്കാനും എളുപ്പമാകും. എൻ്റെ റാക്ക് ഇച്ചിരി തുരുമ്പ് പിടിച്ചതായതുകൊണ്ട് തന്നെ ചാർട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലാണ് എൻ്റെ പതിവ്. എൻ്റെ മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ്. മേക്കപ്പ് സാധനങ്ങളും പുസ്തകവും ചാർട്ടും A4 ഷീറ്റും കഴിക്കാനുള്ളതും എല്ലാം ഒരുമിച്ച് എൻ്റെ റാക്കിൽ അലങ്കോലമായിട്ട് കിടക്കുക. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വരുമ്പോൾ സമയം എത്രയാവും എന്തോ. ബാഗാണ് ഒരു ഷോയ്ക്ക് മാത്രം അവിടെ കയറ്റി വെച്ചേക്കുന്ന കേട്ടോ, ഒന്നുമില്ല അതിൽ. നല്ല ബാഗൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ, എൻ്റെ കയ്യിലിരിപ്പ് കാരണം മോശമായി പോയതാ. OBGക്ക് വേണ്ടി ടേപ്പ് മേടിച്ച ഇപ്പം ടേപ്പിൻ്റെ കോലം കണ്ടില്ലേ എവിടെയാണ് കിടക്കുന്നതെന്ന്. എൻ്റെ കാര്യം എന്ത് ചെയ്യാനാണ്, A4 ഷീറ്റൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നു. ഇപ്പോൾ ഉപയോഗിക്കാറും ഇല്ലാത്ത കാരണം ഇൻറ്റേൺഷിപ്പല്ലേ, അതുകൊണ്ട് A4 ഷീറ്റിലേക്ക് തിരിഞ്ഞ് നോക്കാറ് പോലും ഇല്ല. സത്യം പറഞ്ഞാൽ നഴ്സിംഗ് പഠിച്ചതോടുകൂടി എക്സ്ട്രാ ഫീസ് ഒഴികെ ബാക്കി എല്ലാത്തിനും നല്ല ഫീസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പേപ്പറും പുസ്തകവും എല്ലാം സൂക്ഷിച്ച് വെക്കലായി പതിവ്. കിട്ടുന്ന ബാക്കി ബുക്കൊക്കെ സ്ഥലമില്ലാത്തത് കാരണം എൻ്റെ ട്രോളിക്കകത്ത് എടുത്ത് വെച്ചേക്കുക. അതിലുള്ള ഡ്രസ്സെല്ലാം എടുത്ത് മാറ്റി ട്രോളി ഇപ്പോൾ സുഖമായിരിക്കുന്നു. ട്രോളി എൻ്റെ കട്ടിൻ്റെ അടിയിലേക്ക് അങ്ങ് തള്ളി. ഇത് ബ്രഹ്മിയാണ് കേട്ടോ, അമ്മ തന്നു വിട്ടതാ. എത്രയോ വർഷം മുമ്പ് തന്നു വിട്ട, ഇതുവരെ കഴിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതെടുത്ത് കളയാമെന്ന് വിചാരിച്ചു. തൂക്കി പിടിക്കുന്ന പെട്ടി കാണാൻ നേരത്ത് എല്ലാവർക്കും ഒരു അതിശയം തോന്നിയിരുന്നു. ആദ്യം ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു, എങ്ങോട്ടാ, കുഞ്ഞിനെ കാണാൻ പോവാണോ എന്ന്. ഞാൻ ഓർത്ത് അങ്ങനെ ഒരു പെട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സാധനം പെട്ടെന്ന് എടുത്തു വെക്കാനും എളുപ്പമായല്ലോ. ചെറിയ പെട്ടിയാണെങ്കിൽ എനിക്കത് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് ഞാനവിടെ വെച്ചേക്കും. ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് എനിക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ വെക്കാനും ഇഷ്ടം. അതുകൊണ്ട് അതിനൊരു മുക്കിലേക്ക് തള്ളിയിട്ടുമുണ്ട്. ബുക്ക് പൊതിയുന്ന പേപ്പറൊക്കെ വെറുതെ ഇട്ടേക്കും. എൻ്റെ കാര്യം എന്ത് ചെയ്യാനാ. ഇതെല്ലാം കൂടെ എടുത്തു വാരി വൃത്തിയാക്കി വരുമ്പോൾ ഒരു സമയമാവുമായിരിക്കും. പെയിൻറ്റിങ് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് പെയിൻറ്റും മേടിച്ചു. ബ്രഷ് എവിടെയാണെന്തോ ആർക്കറിയാം. പൈസ സേവ് ചെയ്യാൻ വേണ്ടി ഒരു കുടുക്കയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ, പൈസയില്ല, ഒന്നുമില്ല. എടുക്കുമ്പോൾ ആവശ്യത്തിന് അങ്ങ് എടുക്കും, അത്ര തന്നെ. അതോടുകൂടി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ തന്നെ കാണാൻ തന്നെ ഒരു ചേലായി. ഇപ്പോഴാണ് എന്തൊക്കെയോ ആയത്. പഴയ പേപ്പർ കൊട്ടിക്കൊടഞ്ഞ് എടുക്കലായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ അതിൽ നിറയെ പൊടിയും എണ്ണയും പിടിച്ചത് കാരണം ഞാനത് കളയാമെന്ന് വിചാരിച്ചു. എന്നിട്ടൊരു പുതിയ പേപ്പർ വിരിക്കാമെന്ന് വിചാരിച്ചു വെച്ചേക്കുന്നു. A4 ഷീറ്റ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ പഞ്ഞമില്ലാതായി. റാക്ക് തന്നെ തുരുമ്പ് പിടിച്ചിരിക്കുക. കുറേ വർഷം പഴക്കമുള്ളത് കേട്ടോ, കുറേ പേരൊക്കെ യൂസ് ചെയ്തതുമായിരിക്കും. അതുകൊണ്ട് അവിടെ നിന്നെടുത്ത് A4 ഷീറ്റ് ഒന്നും നോക്കാതെ കൊണ്ട് നേരെ കൊണ്ട് ചവിട്ടുകൊട്ടയിലിടലായിരുന്നു എൻ്റെ പതിവ്. ഇതൊക്കെ ആയാലും കാണാൻ ഇച്ചിരി ഭംഗിയൊക്കെ വേണ്ടേ, അതുകൊണ്ട് കുറച്ച് വൃത്തിക്ക് അങ്ങോട്ട് വിരിക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് എൻ്റെ വൃത്തി ചിലപ്പം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ചാർട്ടെല്ലാം നല്ല വൃത്തിക്ക് വിരിച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതിനി ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കണം. സ്നാക്സിലേക്കായി എൻ്റെ നോട്ടം പെട്ടെന്ന് പോയത്, അതുകൊണ്ട് തന്നെ അതാദ്യം എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതിനെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് ഒതുക്കി വെച്ചു. ഭക്ഷണ സാധനങ്ങൾ വെക്കാൻ ടേബിൾ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, പെട്ടെന്ന് കൊണ്ടുവന്ന് അവിടെയാണ് വെക്കാറ്. അതുകൊണ്ട് ഒരു ശീലമായി അവിടെ തന്നെ എപ്പോഴും വെക്കാറ്. പിന്നെ പല്ല് തേക്കുന്ന ബ്രഷും പേസ്റ്റും കണ്ണാടിയും എല്ലാം ഇതിൻ്റെ അകത്തായി. സ്കെയിലും പെൻസിലും ഓയിൽമെൻറ്റും എല്ലാം. എൻ്റെ കാര്യം ഒരു രക്ഷയുമില്ല. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വരുമ്പോൾ എപ്പോഴാണോ എന്തോ. ഇതിനെ ഒന്ന് വൃത്തിയാക്കി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു. ശേഷം ഒരു വൃത്തി വന്നില്ലെന്ന് വിചാരിച്ച് അവിടെ നിന്ന് എടുത്ത് കുറച്ച് മാറ്റി വെച്ചു. കാണാനും എളുപ്പമായല്ലോ. പിന്നെ എൻ്റെ സാനിറ്റൈസറായി ഒരു വശത്തായിട്ട് പുറകിലായിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്.
പിന്നെ അടുത്ത് വെക്കാൻ പോകുന്നത് എൻ്റെ A4 ഷീറ്റും കാര്യങ്ങളൊക്കെയാണല്ലേ. കയ്യിലെടുത്തപ്പോൾ തന്നെ താഴെ വീണതുകൊണ്ട് കുറച്ച് താമസം വന്ന് എല്ലാം അടുക്കിപ്പെറുക്കി വെക്കാൻ വേണ്ടി. അങ്ങനെ കയ്യിൽ കിട്ടിയ A4 ഷീറ്റ് എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് വെച്ച് അടുക്കിപ്പെറുക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ A4 ഷീറ്റ് കയ്യിലെടുത്ത് ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കി വെച്ച്. ഇൻഡെക്സിൻ്റെ A4 ഷീറ്റാണ് കേട്ടോ ഉപയോഗിക്കൽ. എല്ലാവരും ഇത് തന്നെ ആയിരിക്കുമല്ലേ ഉപയോഗിക്കൽ. അങ്ങനെ അതിനെ ഒരു വശത്തേക്ക് ഒതുക്കി അങ്ങോട്ട് വെച്ചു. പിന്നെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന പതിവുള്ളത് കാരണം ഞാൻ കുറച്ച് പുസ്തകം എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു മാഗ്നറ്റിക് തെറാപ്പീൻ്റെ ബുക്കും പിന്നെ ഒരു നോവലും പിന്നെ അതിൻ്റെ കുറച്ച് ഡ്രോയിങ് ബുക്സും എല്ലാം കൂടെ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറ്റി വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നീല കളർ കൊട്ട വൃത്തിയാക്കി അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നും ഇല്ലാതാക്കി ഒരു സൈഡിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സൈഡിലേക്ക് അതിനെ മാറ്റി സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പഴയ ചാന്ത് പൊട്ടുവിടുന്ന സാധനം ഒരു ബോക്സിലാക്കി വെള്ള ബോക്സിലാക്കി അതങ്ങോട്ടൊരു സൈഡിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല, എന്നാലും പഴയ സാധനങ്ങളല്ലേന്ന് വിചാരിച്ചെടുത്ത് കളയാനും പോകുന്നില്ല. അതുകൊണ്ട് ആ സൈഡിലേക്ക് അങ്ങ് ഒതുക്കി വെച്ചു. പിന്നെ ഉള്ളത് എൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കേട്ടോ, നീല കളറിലുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചേക്കുന്നത് കുറച്ച് കൊന്തയും ജപമാലേൻ്റെ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫെമിനിസത്തിൻ്റെ സ്പ്രേ ആണിത്. അത് ഞാൻ എപ്പോഴും എവിടെ പോയാലും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അതും ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അറിയാമല്ലോ, പൈസയൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഒരു കാഴ്ചക്കായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. എന്തിനാണെന്തോ എനിക്കും അറിയാൻ പാടില്ല. പിന്നെ അതേ എൻ്റെ പെയിൻറ്റിങ്, പോളോൻ്റെ പെയിൻറ്റിങ്ങാണ് ഞാൻ എപ്പോഴും ഫേവറേറ്റായിട്ട് ഉപയോഗിക്കുന്നത്. 4th ഇയർ തുടങ്ങിയപ്പോൾ അമ്മ കുറച്ച് ബ്രഹ്മി കൊണ്ട് തന്നു വിട്ടായിരുന്നു. അതെപ്പോഴും എടുക്കാതിരിക്കുകയാണ്. എന്നാൽ അതൊന്നും എടുത്ത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് പൊടി പോലെ ഇരിക്കുന്ന ബ്രഹ്മി ആയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തോ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് അതങ്ങ് എടുത്ത് മാറ്റി വെക്കാമല്ലോ എന്ന് കരുതി. പിന്നെ എൻ്റെ കുറേ പൗച്ച് സാധനങ്ങൾ പേനയും സാധനങ്ങളൊക്കെ ആയിരിക്കും. അതെന്നാൽ ഇവിടെ വെക്കണ്ട, അതെടുത്ത് മേലോട്ട് കയറ്റി വെച്ചേക്കാമെന്ന് കരുതി അതങ്ങനെ മാറ്റി വെച്ച്. പിന്നെ എൻ്റെ ബോക്സ്, ഇതിൻ്റെ അകത്താണ് എൻ്റെ ഒട്ടുമിക്ക സാധനങ്ങളും കിടക്കുന്നത്. ചീപ്പ്, സ്ലൈഡ് സാധനങ്ങളൊക്കെ കിടക്കുന്നത്. ഇതൊരു സൈഡിലേക്ക് ഒതുക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതിനൊരു സ്ഥലത്തേക്ക് ഒതുക്കി മാറ്റി വെച്ചു. അടുത്ത പെട്ടിയിലായിട്ട് മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും എല്ലാം എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലങ്ങ് വെച്ചു. പിന്നെ സൈഡിലായിട്ട് എൻ്റെ ബാഗും കൂടെ എടുത്തങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ കൃപാസനത്തിൽ പോയപ്പോൾ കിട്ടിയ മാലയും കൊന്തയും ഉപ്പും എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ഫ്രണ്ടിലായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. എൻ്റെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.